Hi guys, it's me, the Malu Banker. കഴിഞ്ഞ ദിവസം ഞാൻ എങ്ങനെയാണ് 80% കൂടുതൽ അച്ചീവ് ചെയ്യുന്നത് ഓരോ മോക്കിനും എന്നുള്ളതിനെ കുറിച്ചിട്ട് പറഞ്ഞായിരുന്നു. സോ ഇന്ന് ഏതൊക്കെ ഫ്രീ സോഴ്സസ് ആണ് ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്താൽ എനിക്ക് SBI ക്ലിയർ ചെയ്യാൻ പറ്റുമോ, അത് ഏതൊക്കെ സോഴ്സസ് ആണ് ഞാൻ യൂസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ബാക്കി ബാങ്ക് എക്സാംസിന് യൂസ് ചെയ്യുന്ന അതേ സോഴ്സസ് യൂസ് ചെയ്താൽ മതിയോ, അങ്ങനെ പലതരം ക്വയറീസ് പലർക്കും കാണും. സോ അതിനൊക്കെ ഉള്ളൊരു മറുപടിയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. സോ SBI എന്ന് പറയുന്നതും ബാക്കിയുള്ള IBPSും RRBയും അതിനൊക്കെ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന മെറ്റീരിയൽസ് തന്നെ മതി SBIക്കും എന്നുള്ളതാണ് കാര്യം. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന സെയിം പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസും അതിന് യൂസ് ചെയ്യുന്ന സെയിം സിലബസും ഒക്കെ തന്നെയാണ് നമുക്ക് SBIക്കും വരുന്നത്. ഓക്കെ, ദെൻ അതിനെങ്ങനെയൊക്കെയാണ് ഏതൊക്കെ സോഴ്സസ് ആണ് യൂസ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് എനിക്ക് പലരും മെസ്സേജും മെയിലും ഒക്കെ ചെയ്യാറുണ്ട്. സോ അതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഫസ്റ്റ് തന്നെ നമുക്ക് യൂട്യൂബിൽ നിന്നുള്ള ഫ്രീ സോഴ്സസിനെ കുറിച്ച് പറയാം. ഇപ്പോഴത്തെ ഒരു നമ്മുടെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് യൂട്യൂബിനെ തന്നെയാണ്. സോ ഏറ്റവും ഫസ്റ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിനെ വെച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് നിമിഷ മാമിൻ്റെ ക്ലാസ്സസ് ആണ്. ഇത് കണ്ടോ, ഇതാണ് 120 റൂൾസ് ഓഫ് ഗ്രാമർ, നിമിഷ മാമിൻ്റെ ക്ലാസ്സസ് ആണ്. ബട്ട് ഇതിൻ്റെ തന്നെ മലയാളം വേർഷനാണ് ഞാൻ എൻ്റെ 120 റൂൾസിൽ ഈ നിമിഷ മാമിൻ്റെ ക്ലാസ്സസ് തന്നെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. ബാക്കി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ 120 റൂൾസിൻ്റെ തന്നെയാണ് അത് വരുന്നത്. ഓക്കെ, അപ്പോൾ നിമിഷ മാമിൻ്റെ ക്ലാസ്സസ് ആണ് എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത്, ഞാനും അത് തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. അവരുടെ തന്നെയുള്ള ഡെയിലി എഡിറ്റോറിയൽ ക്ലാസ്സസ് ഉണ്ട്, അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഗ്രാമറാണിപ്പോൾ ശ്രദ്ധിക്കുന്നതെങ്കിൽ നിമിഷ മാമിൻ്റെ 120 റൂൾസ് പഠിച്ചാൽ മതി. സോ ദെൻ വേറുള്ളതാണ് നമ്മുടെ എറർ ഡിറ്റക്ഷൻ. എക്സാംസിന് മെയിനായിട്ട് വരുന്നതാണ് എറർ ഡിറ്റക്ഷൻ. ഇതുപോലെ നോക്ക്, എറർ ഡിറ്റക്ഷൻ അപ്പം തന്നെ നിമിഷ മാമിൻ്റെ എറർ ഡിറ്റക്ഷൻ്റെ ക്ലാസ്സസ് ധാരാളം അവൈലബിൾ ആണ്. ഇത് കണ്ടോ, 1 മണിക്കൂർ തന്നെയുള്ള ക്ലാസ്സസ് ഒക്കെ ധാരാളമുണ്ട്. ഈ ക്ലാസ്സസ് ഒക്കെ തന്നെ കേട്ട് മനസ്സിലാക്കുമ്പോൾ തന്നെ ഏകദേശം എറർ ഡിറ്റക്ഷൻ ഒക്കെ ചെയ്യാനുള്ള ആ ഒരു ലെവലിലോട്ട് നമുക്ക് ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാൻ മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇനിയുള്ള ഒരു മാസം കൊണ്ട് ഇനി 120 റൂൾസ് ഒന്നും കവർ ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ നേരിട്ട് ഈ എറർ ഡിറ്റക്ഷൻ്റെ ക്ലാസ്സസ് കണ്ട് നോക്കിയാൽ മതിയാകും. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രാക്ടീസ് ചെയ്താൽ മതി. ഓക്കെ, ഇത്രയുമാണ് ഇംഗ്ലീഷിൻ്റെ കേസിൽ പറയാനുള്ളത്. യൂട്യൂബിൽ നിന്ന് നമുക്ക് ചെയ്യാവുന്നത് എറർ ഡിറ്റക്ഷൻ ക്ലാസ്സസ് കാണുക, അതുപോലെ തന്നെ എഡിറ്റോറിയൽ ക്ലാസ്സസ് കാണുക, അങ്ങനെയാണ്. ഓക്കെ, സോ നെക്സ്റ്റ് വി ക്യാൻ ടോക്ക് അബൌട്ട് ക്വാൻസിൽ ഇപ്പോൾ ബേസിക്സ് ക്ലിയർ ചെയ്ത് പ്രാക്ടീസ് തുടങ്ങി അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് അഡ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അഡയിലെ ക്ലാസ്സസ് വളരെ ഇഫക്റ്റീവാണ്, കാരണം ഒരു നല്ല ഒരു സിമ്പിൾ വേ ഓഫ് ടീച്ചിങ് ആണ്. ഇപ്പോൾ ഞാൻ കൂടുതലും പ്രോത്സാഹിപ്പിക്കുന്നത് ഹിന്ദി ക്ലാസ്സസ് ആണ്, കാരണം അതിൽ നിന്നാണ് കൂടുതലും കണ്ടൻസും അതുപോലെ തന്നെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലും കിട്ടുന്നത് ഹിന്ദി ക്ലാസ്സസിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഹിന്ദി ക്ലാസ്സസിനെ കുറിച്ച് കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. ഈ അഡ ക്ലാസ്സസ് ഓക്കെ, ഇപ്പോൾ സിംപ്ലിഫിക്കേഷൻ അതുപോലെ തന്നെ റോങ് നമ്പർ അങ്ങനെയുള്ള സ്പീഡ് മാത്സിൻ്റെ സെഷനൊക്കെ അറിയത്തില്ലാത്തവർക്ക് ഈ വൈറൽ മാത്സിൻ്റെ ക്ലാസ്സസ് ഡെയിലി ഒരു ലൈവ് പോകുന്നുണ്ട് 6 മണിക്ക്. സോ അത് കണ്ടു നോക്കിയാൽ അത് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. കുറേ നാളൊക്കെ ഒന്ന് കണ്ട് അതിനെക്കുറിച്ചൊക്കെ മനസ്സിലായി കഴിഞ്ഞിട്ട് പിന്നെ അത് ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ SBI ക്ലർക്കിന് വേണ്ടിയിട്ടുള്ള ഓക്കെ, കൂടുതലും പ്രീ ലെവലിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോസൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, അഡയിലെ വീഡിയോസൊക്കെ. സോ അപ്പോൾ ബേസിക്സ് ഒക്കെ ക്ലിയർ ചെയ്ത് വരുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് അഡ ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു ലെവൽ അഡ ഓക്കെ, അത്യാവശ്യം അവർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ഒരു ലെവൽ കഴിഞ്ഞവരാണെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു ലെവലൊക്കെ കഴിഞ്ഞ് പ്രിലിംസ് ഒക്കെ അത്യാവശ്യം ഡുവബിൾ ആയിട്ടുള്ളവർ നെക്സ്റ്റ് ഫോളോ ചെയ്യേണ്ടതെന്ന് പറയുന്നത് കൗശിക് മൊഹന്തി സാറിൻ്റെ ക്ലാസ്സസ് ആണ്. അതാണ് കരിയർ ഡിഫൈനർ എന്ന് പറയുന്ന യൂട്യൂബ് ക്ലാസ്. അതിൽ സാർ നോക്കൂ, നല്ല ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അത്യാവശ്യം ഹിന്ദിയൊക്കെ മനസ്സിലാകുന്നവർക്കൊക്കെ ആണെങ്കിലും നല്ല എൻ്റർടൈനിങ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് സാർ പ്രൊവൈഡ് ചെയ്യുന്നത്. അത്യാവശ്യം ഹിന്ദി ഒരു അത്യാവശ്യം മനസ്സിലാവും, മീൻസ് ഒത്തിരി ഫ്ലുവൻ്റ് ആവണമെന്നില്ല, ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാകുന്നവർക്കൊക്കെ ആണെങ്കിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന ക്ലാസ്സസ് ആണ് കൗശിക് സാർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതിലൊക്കെ മാരത്തോൺ ക്ലാസ്സസ് ഉണ്ട്, 4 ഹവേഴ്സിൻ്റെ ബ്ലഡ് റിലേഷൻ, അങ്ങനെ ഇതിൻ്റെ തന്നെ പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ്. ഓക്കെ, ഇത് പ്രീ ലെവലിനും മെയിൻസ് ലെവലിനും കൗശിക് സാറിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്, നല്ല ക്ലാസ്സസ് ആണ്. എനിക്ക് ഏറ്റവും യൂട്യൂബിൽ അത്യാവശ്യം ഇഷ്ടമുള്ള ഒരു ക്ലാസ്സസ് കൗശിക് സാറിൻ്റെ ക്ലാസ്സസ് ആണ്. ഓക്കെ, ആശിഷ് സാറിൻ്റെ ക്ലാസ്സസ് ഉണ്ട് എങ്കിൽ പോലും എനിക്ക് കുറച്ചും കൂടി നമ്മളെ ഇൻവോൾവ് ചെയ്ത് എൻ്റർടൈൻ ചെയ്യുന്ന ക്ലാസ്സസ് ആയിട്ട്, ഇരിക്കുന്ന ക്ലാസ് ബോർ ആവാതെ ഫീൽ ചെയ്യുന്നത് കൗശിക് സാറിൻ്റെ ക്ലാസ്സസ് ആണ്. ഓക്കെ,
ദെൻ നെക്സ്റ്റ് ഉള്ളതാണ് ആഷിഷ് അറോറ സാറിൻ്റെ സ്റ്റഡിഫൈഡ് യൂട്യൂബ് ചാനൽ. ഇതും ഫ്രീ സോഴ്സസ് ആണ്. ലുക്ക്, ഇത് കണ്ടോ, മെയിൻസിനൊക്കെ ഇത്രയും നല്ല 16 അവേഴ്സിൻ്റെയൊക്കെ മെയിൻസ് വീഡിയോസും ഇതൊക്കെ നമ്മൾക്ക് ഇപ്പോൾ പെയ്ഡ് കോഴ്സസ് ഒന്നും പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആക്ച്വലി യൂട്യൂബിന് ടൈം കൊടുത്ത് അതിന് വേണ്ടിയിട്ട് ഒരു എക്സാമിന് വേണ്ടിയിട്ട് അത്യാവശ്യം എന്താണ് പ്രിപ്പയർ ചെയ്യണം എന്ന് നല്ല മൈൻഡിൽ നല്ല ബോധ്യമുള്ള ഒരാളാണെങ്കിൽ ഒരു കോഴ്സസും പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതുപോലത്തെ ക്ലാസ്സസ് ഒക്കെ തന്നെ ധാരാളമുണ്ട്. ഇത് കണ്ടോ, SBI ക്ലർക്ക് മെയിൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസ് ഒക്കെ അവൈലബിൾ ആണ്. സോ ഒരു മെയിൻസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് ആരാണെന്ന് വെച്ചാൽ ഒരു 80% മുകളിൽ ഒരു 70% മുകളിലോട്ട് എപ്പോഴും എല്ലാ മോക്സിനും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മെയിൻസും ഈ കൂടെ തന്നെ ഫോക്കസ് ചെയ്ത് പോകണം. ഒരിക്കലും പ്രിലിംസ് കഴിഞ്ഞിട്ട് മെയിൻസിന് വേണ്ടിയിട്ട് വെക്കരുത്. കാരണം ഓക്കെ, നമ്മളും ഞാനും അങ്ങനെയൊക്കെ തന്നെ ചിന്തിച്ച ഒരാളാണ്. പ്രിലിംസ് കഴിഞ്ഞ് ഒരു മാസം ഉണ്ടാവും, ഓക്കെ എനിക്ക് പെട്ടെന്ന് അത് ഇത് അങ്ങനെ നോക്കി എനിക്ക് ചെയ്യാമെന്ന്. ബട്ട് അത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അത് നമ്മൾക്ക് എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് പറയുന്നത്. മേ ബി ചിലർക്കൊന്നും അത് അത്ര മനസ്സിലാവണമെന്നില്ല. ബട്ട് ഇത് എക്സ്പീരിയൻസ് ആയിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്. പ്രിലിംസിൻ്റെ കൂടെ തന്നെ മെയിൻസും ഫോക്കസ് ചെയ്ത് പോകണം. എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഒറ്റ ഇതിൽ അത് ക്രാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ മെയിൻസ് വരുമ്പോൾ അത് ഫെയിലായി പോകും. ഓക്കെ, സോ ആഷിഷ് സർ ഇത് മാത്സിന് നല്ല ക്ലാസ്സസ് ആണ്. ഓക്കെ, അത്യാവശ്യം നല്ല ക്ലാസ്സസ് ആണ്. ഇതിൽ കൗശിക് സാറിൻ്റെയും ആഷിഷ് സാറിൻ്റെയും ക്ലാസ്സസ് കേട്ടിട്ട് ഏതാണോ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ആ ക്ലാസ്സസ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഇന്ന ഒരാളെ റെക്കമെൻഡ് ചെയ്തു അതുകൊണ്ട് അവർ നല്ലതായിരിക്കും എന്ന് കരുതി അവനവന് മനസ്സിന് ഇഷ്ടമുള്ള ആൾക്കാരുടെ ക്ലാസ്സസ് വേണം കാണാൻ. ഓക്കെ, ഒരാൾ പറഞ്ഞത് കൊണ്ട് ഞാൻ എന്നാൽ ഇയാളുടെ ക്ലാസ് കാണാം അങ്ങനെ ചിന്തിക്കരുത്. നമ്മളുടെ മൈൻഡിന് അവരുടെ അപ്രോച്ചുകളും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്ന ക്ലാസ്സസ് ആരുടെയാണോ ആ ക്ലാസ്സസ് വേണം കാണാൻ. ഓക്കെ, സോ അതുപോലെയാണ് അരുൺ സാറിൻ്റെ ക്ലാസ്സസ്. ഇത് ഞാൻ ബൈ ചാൻസിൽ അക്കാഡമി ജസ്റ്റ് ഒന്ന് ഏതോ ഒരു പോർഷൻ എനിക്ക് അറിയത്തില്ലാതെ വന്നപ്പോൾ ജസ്റ്റ് ഈ ക്ലാസ് കണ്ടു നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടം തോന്നിയ ഒരു ക്ലാസ്സാണ് ഈ അരുൺ സാറിൻ്റെ ക്ലാസ്സസ്. ഇതും ഈ സാറ് നല്ല ക്ലാസ്സസൊക്കെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. സോ ഈ ക്ലാസ്സസും നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. എനിക്ക് ഇത്രയും ക്ലാസ്സസാണ്, ക്വാൻസിന് ഇത്രയും ടീച്ചേഴ്സിനെയാണ് ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്നതും. ഇപ്പോൾ ഒരു ടോപ്പിക്ക് ഒരു സാറ് അതിൽ എക്സ്പേർട്ട് ആണെങ്കിൽ വേറൊരു ടോപ്പിക്ക് വേറെ സാറ് പഠിപ്പിക്കുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അത് ഡിപ്പെൻഡ് ചെയ്യും ഓരോ ആൾക്കാർ. ഓക്കെ, അങ്ങനെയാണ് ക്വാൻസിന് വേണ്ടിയിട്ടുള്ള യൂട്യൂബ് സോഴ്സസ്. ദെൻ നെക്സ്റ്റ് ആണ് റീസണിങ്. ഓക്കെ, റീസണിങ്ങിന് ആക്ച്വലി ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ എനിക്ക് റീസണിങ് പസിൽസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ഉള്ള ആ ഒരു പോയിന്റിൽ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് സൗരവ് സാറിൻ്റെ ക്ലാസ്സസ് ആണ്. അതുപോലെ എക്സാം ടൈമിലും അതുപോലെയൊക്കെയുള്ള മാരത്തോൺ ക്ലാസ്സസൊക്കെ ഞാൻ അവർ ചെയ്യുന്ന പോലെ ആ കൂടെ ഇരുന്ന് അവരുടെ എന്താണ് മെത്തേഡും സ്ട്രാറ്റജീസും ഒക്കെ മനസ്സിലാക്കിയാണ് എനിക്ക് പസിൽസ് അത്യാവശ്യം നല്ല രീതിയിൽ എഡ്ജായിട്ടുള്ളത്. സോ ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് സൗരവ് സാറിൻ്റെ ക്ലാസ്സസ് ആണ്. ഓക്കെ, അത് നല്ല രീതിയിലുള്ള ക്ലാസ്സസ് ആണ്, നമുക്ക് നല്ല മനസ്സിലാവും ആ സാറിൻ്റെ ക്ലാസ്സസ്. സൗരവ് സാറും ഉണ്ട്, അതുപോലെ തന്നെ ശുഭം സാറ് അഡായിലുള്ള തന്നെയാണ് ശുഭം സാറ്. ഈ സാറിൻ്റെ ക്ലാസ്സസും നല്ല ഇഫക്റ്റീവാണ്. ഓക്കെ, അഡായിൽ ഞാൻ സോന മാമിൻ്റെ ഒന്നും ക്ലാസ്സസ് അത്രയും ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ പഠിച്ചിട്ടുള്ളത് ശുഭം സാറിൻ്റെയും അതുപോലെ തന്നെ സൗരവ് സാറിൻ്റെയും ക്ലാസ്സസ് ആയിരുന്നു അഡ ഫോളോ ചെയ്ത ടൈമിൽ റീസണിങ്ങിന് വേണ്ടി കൊടുത്തത്. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ കുറേ ആയതേ ഉള്ളൂ ഞാൻ അങ്കുഷ് സാറിനെ ഫോളോ ചെയ്യുന്നത്. അങ്കുഷ് ലംബ സാറ് അത് എല്ലാവരും നല്ല അഭിപ്രായം പറയുമായിരുന്നു. ബട്ട് എനിക്ക് പേഴ്സണലി അന്നൊന്നും തുടക്കമായിരുന്നത് കൊണ്ടാവാം എനിക്ക് അത്രയും താല്പര്യം വന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് ഫോളോ ചെയ്തില്ലായിരുന്നു. ബട്ട് ഇപ്പോഴായിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു ത്രെഡ് മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. സോ ആ ടൈമിൽ എനിക്ക് ആ ത്രെഡ് മെത്തേഡൊക്കെ മനസ്സിലായൊക്കെ വന്നപ്പോഴാണ് ഞാൻ അങ്കുഷ് സാറിനെ ഫോളോ ചെയ്യുന്നത്. സോ അദ്ദേഹവും നല്ലൊരു ക്ലാസ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അങ്കുഷ് സാറിൻ്റെ ക്ലാസ്സസും വളരെ നല്ല ക്ലാസ്സസാണ്. ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ആദ്യം അഡായിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ നമ്മളുടെ ആവശ്യമനുസരിച്ച് ഓരോന്നും ടീച്ചേഴ്സിനെയും ക്ലാസ് കണ്ടു നോക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അതുപോലെ തന്നെ വേറെ ഒരു ക്ലാസ് ഉള്ളതാണ് അൺഅക്കാഡമിയിലുള്ള സാറ്. ഓക്കെ, സോ വേറെ ഒരു ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളതാണ് പുനീത് സാറിൻ്റെ ക്ലാസ്സസ്. ഇതും റീസണിങ്ങിന് നല്ലതാണ്. സോ മെയിൻലി അത് മെയിൻസിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. പുനീത് സാറിൻ്റെ ഓക്കെ ഇൻപുട്ട് ഔട്ട്പുട്ടിനൊക്കെ സാറ് റൂൾസൊക്കെ വെച്ചിട്ടൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ക്ലാസ്സസൊക്കെ വളരെ നല്ല ക്ലാസ്സസാണ്. ഓക്കെ, പുനീത് സാറിൻ്റെ 100 റൂൾസ് എന്നൊക്കെ പറഞ്ഞ് ഇൻപുട്ട് ഔട്ട്പുട്ടിനൊക്കെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ആ ക്ലാസ്സസ് വളരെ ഇഫക്റ്റീവാണ്. ഓക്കെ,
അത് പലരും എന്താണ് സജസ്റ്റ് ചെയ്തിട്ട് ഞാനും കണ്ടു നോക്കി, അങ്ങനെ എനിക്കും ഇഷ്ടപ്പെട്ടു, അങ്ങനെ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നതാണ്. സോ ലുക്ക്, ദ 100 റൂൾസ് ഓഫ് മെഷീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞുള്ള ക്ലാസ്സസ് ഒക്കെ നല്ലതാണ്. ഓക്കെ, ദെൻ ഇത്രയുമാണ് റീസണിങ്ങിന് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലാസ്സസ് ആണ് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷിനും ക്വാൺസിനും റീസണിങ്ങിനും, ഈ മൂന്നിനും ഞാൻ ഇത്രയും ക്ലാസ്സസ് ആണ് ഫോളോ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് മോക്ക് സോഴ്സസ്. മോക്ക് ഏതൊക്കെയാണ്, ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ നിന്നാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. സോ ലുക്ക്, ടെക്സ്റ്റ് ബുക്ക്, ഒലിവ് ബോർഡ്, സ്മാർട്ട് കീഡ, ഗൈഡ്ലി, പ്രാക്ടീസ് മോക്ക്, ഇത്രയും ആപ്സിൽ നിന്നുള്ള ടെസ്റ്റുകളാണ് ഞാൻ മോസ്റ്റ്ലി ചെയ്യുന്നത്. അതിലും എനിക്ക് സബ്സ്ക്രിപ്ഷൻ ഉള്ളത് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിനും ഗൈഡ്ലിക്കുമാണ്. ഞാൻ അതിന് രണ്ടിനുമുള്ള സബ്സ്ക്രിപ്ഷൻസേ എൻ്റെ കയ്യിലുള്ളൂ. സോ അതിൽ തന്നെ ഗൈഡ്ലി എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, ഒരു കുറച്ചൊരു എബോവ് ആവറേജ് ക്വസ്റ്റ്യൻസ് ആണ് ഗൈഡ്ലിയിൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് എന്താണ്, ഒരു ഏറ്റവും ഹാർഷ് കണ്ടീഷനിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഗൈഡ്ലിയിൽ നിന്ന് ഒരു മോക്ക് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ആ ഒരു പ്രാക്ടീസ്, ആ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എക്സാമിനെയും നമ്മൾക്ക് എന്ത് ചെയ്യാൻ, സമ്മറിയുടെ മോക്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും, മീൻസ് മെയിൻ എക്സാമിൻ്റെ ടൈമിൽ. ഓക്കെ, സോ അതുകൊണ്ടാണ് ഗൈഡിൽ ഒരു എബോവ് ആവറേജും. ഓക്കെ, ദെൻ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് ഒരു ആവറേജ്, ആ ടൈപ്പാണ്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലെ മോക്കുകളൊക്കെ ഇപ്പോൾ കുറച്ചും കൂടി നല്ല ലെവലായി വരുന്നുണ്ട്. ആദ്യത്തെ ടൈമിലൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ആയിരുന്നു. സോ ഞാൻ ഒരു ഈസി ലെവൽ, അത് നമ്മളുടെ എക്സാമിൻ്റെ ടൈമിൽ കോൺഫിഡൻസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ ഈസി ലെവൽ മോക്കും, അതുപോലെ പ്രാക്ടീസിൻ്റെ ഘട്ടത്തിൽ ഒരു ഗൈഡിൽ ഒരു എബോവ് ആവറേജ് മോക്കുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അഫോർഡബിളും ആണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ടെക്സ്റ്റ് ബുക്കും ഗൈഡ്ലിയും ആയിരുന്നു യൂസ് ചെയ്തിരിക്കുന്നത്. അതും എനിക്ക് അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളതും. ആ ഒരു നമുക്ക് ചെയ്യാനുള്ള എക്സാം പാറ്റേൺ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ എനിക്ക് ആ രണ്ട് മോക്സാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. നമുക്ക് അഫോർഡ് ചെയ്യുകയും ചെയ്യാം, അതിനുള്ള കണ്ടൻറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൻ്റെ കേസിലാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ഐ തിങ്ക് ഞാൻ 3 വർഷത്തേക്കുള്ള ഇതാണ് ഇതിൽ എടുത്തിരിക്കുന്നത്. ഓക്കെ, പ്രോ ആണ് ഞാൻ എടുത്ത് ഉള്ളത്. ഇതിൽ ടെസ്റ്റ് സീരീസ് ധാരാളം അവൈലബിൾ ആണ്. ഓക്കെ, ഇപ്പോൾ SBI ക്ലർക്കിനാണെങ്കിലും പ്രിലിംസ് ലെവലുണ്ട്, ദെൻ ഇവിടെ ലൈവ് ടെസ്റ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചാപ്റ്റർ ടെസ്റ്റും സെക്ഷണൽ ടെസ്റ്റും, അതുപോലെ തന്നെ ഫുൾ ടെസ്റ്റ് മെയിൻസിന് വേണ്ടിയിട്ടുള്ളതും അങ്ങനെ നല്ല രീതിയിൽ അവൈലബിൾ ആണ് ടെക്സ്റ്റ് ബുക്കിൽ. ടെക്സ്റ്റ് ബുക്ക് മോശമാണെന്നല്ല, ദെൻ കമ്പാരിറ്റീവ്ലി കുറച്ച് ലെവൽ കുറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ ഫ്രീ ക്വിസസ് അവൈലബിൾ ആണ്, പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. ഇതൊക്കെയാണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത്. ദെൻ ഒലിവ് ബോർഡ് എനിക്ക് കുറച്ചുകൂടി എന്താണ് കോസ്റ്റ്ലി ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അത്രയും അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർ കാണും. സോ അവർക്കൊക്കെ ഒഴിവാക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ ഒലിവ് ബോർഡ്. ദെൻ അതിലും നമ്മൾക്ക് ഒത്തിരി ലൈവ് ടെസ്റ്റസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ധാരാളം ലൈവ് ടെസ്റ്റ് വരും. ഇപ്പോൾ തന്നെ SBI POയുടെ പുതിയ ലൈവ് ടെസ്റ്റ് വരുന്നുണ്ട്. ഞാൻ ഇതിലൊക്കെ ഒലിവ് ബോർഡിൽ ഞാൻ കൂടുതലും ചെയ്തിട്ടുള്ളത് ഫ്രീ ടെസ്റ്റുകൾ അവൈലബിൾ ആയിരിക്കും ഓരോ എക്സാമിന്. ഇപ്പോൾ SBI ക്ലർക്കിനാണെങ്കിൽ ഒരു സെറ്റ് ഫ്രീ അവൈലബിൾ ആയിരിക്കും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഞാൻ ഒലിവ് ബോർഡിൽ നിന്ന് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിന് എനിക്ക് അത്രയും എന്താണ് കമൻറ്റ് പറയാനുള്ള രീതിയിലുള്ള ഒന്നും ഞാൻ ഒലിവ് ബോർഡിൽ നിന്ന് ചെയ്തിട്ടില്ല. ദെൻ സ്മാർട്ട് കീഡായാലും ഞാൻ ആക്ച്വലി ക്വിസസ് ഒക്കെ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ടോപ്പിക് ടെസ്റ്റ് ഞാൻ ആദ്യം ഒരു ടൈമിൽ പർച്ചേസ് ചെയ്തിരുന്നു. ഇപ്പോൾ എനിക്ക് സബ്സ്ക്രിപ്ഷൻസ് ഒന്നുമില്ല. ഇവിടെയും നമ്മൾക്ക് ഈ ടെസ്റ്റ് സീരീസിൻ്റെ ലെവൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് എന്താണെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഞാനിത് പറഞ്ഞു വന്നത്, ഇപ്പോൾ ഇതൊക്കെ ഒന്നെങ്കിൽ ഫോണിലാണെങ്കിലും വെബ്സൈറ്റിലൊക്കെ ലോഗിൻ ചെയ്തിടുകയാണെങ്കിൽ ഒരു ടെസ്റ്റ് നമ്മൾക്ക് എന്ത് കിട്ടും, ഫ്രീ ആയിട്ട് കിട്ടും. അത് നമ്മൾക്ക് എന്ത് ചെയ്യും, ഒരു മോക്ക് ചെയ്യാനുള്ള നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതൊക്കെ എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്ത് വെച്ചേക്കുക. ദെൻ നെക്സ്റ്റ് ആണ് പ്രാക്ടീസ് മോക്കിൽ ധാരാളം എന്ത് കിട്ടും, മിനി മോക്സ് കിട്ടും. ഓക്കെ, മിനി മോക്സിനെ കുറിച്ചും ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു. ആ മിനി മോക്സ് ഒക്കെ വളരെ ഇഫക്റ്റീവാണ്, നല്ല ക്വസ്റ്റ്യൻസ് ആണ് അതിലൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ഇതിലും ഓരോ എക്സാംസിന് വേണ്ടിയിട്ടുള്ള ഫ്രീ മോക്ക് ഒരെണ്ണം നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ഗൈഡ്ലി ആണ് ഞാൻ കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത്. കാരണം ഒരു ഓക്കെ, ഐ തിങ്ക് ഞാൻ കഴിഞ്ഞ സബ്സ്ക്രിപ്ഷൻ എടുത്തപ്പോൾ ഏകദേശം 100 റുപ്പീസിനടുത്ത് അങ്ങനെ വന്നുള്ളായിരുന്നു എൻ്റെ സബ്സ്ക്രിപ്ഷന്. ഓക്കെ, സോ അപ്പോൾ അത്രയും കുറഞ്ഞൊരു സബ്സ്ക്രിപ്ഷനിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ അതിനെ ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, ഇത് ഞാൻ എൻ്റെ ലാസ്റ്റ് RRB ആയിരുന്നു ഞാൻ കഴിഞ്ഞ വർഷം അപ്ലൈ ചെയ്തത്. അപ്പോൾ RRB ഓൾമോസ്റ്റ് കുറേ മോക്സൊക്കെ ഞാൻ RRBക്കും എല്ലാം ഈ ഗൈഡിൽ നിന്നും തന്നെയാണ് ചെയ്തിട്ടുള്ളത്.
ഞാൻ കഴിഞ്ഞ വർഷങ്ങളിലും ഗൈഡിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അത് നല്ലതായിട്ട് തോന്നിയത് കൊണ്ടാണ് ഗൈഡിൽ പിന്നെയും പർച്ചേസ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഞാൻ ഈ മോക്കെല്ലാം ഗൈഡിൽ നിന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ട്. നല്ല ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസുമാണ്. അപ്പോൾ കൂടുതലും സെക്ഷണൽ ടെസ്റ്റും ചെയ്യാം. അതൊക്കെ കൊണ്ട് തന്നെ ഗൈഡ്ലി നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, ഇതൊന്നും അല്ലാണ്ട് ഓക്കെ, ഇപ്പോൾ ഗൈഡ്ലി ബണ്ടിൽ PDF-സും അങ്ങനെയൊക്കെ അവൈലബിൾ ആയിരിക്കും. ബട്ട് എനിക്ക് അറിഞ്ഞുകൂടാ, അതൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾക്കതൊക്കെ യൂസ് ചെയ്യാം. അതല്ലാതെ തന്നെ ഇപ്പോൾ ടെലിഗ്രാമിലൊക്കെ ധാരാളം ഓക്കെ, ഇൻ മൈ ടെലിഗ്രാം ചാനൽ ഇറ്റ്സെൽഫ് ദർ ആർ ലോഡ്സ് ഓഫ് വീഡിയോസ്, ഓക്കെ സോറി, ലോഡ്സ് ഓഫ് PDFs. അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഫ്രീ ആയിട്ട് കിട്ടുന്നത് ഓക്കെ, അതും നമ്മൾക്കൊരു നോളജ് തരുന്ന കാര്യമാകുമ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യാം. ഫ്രീ ഓക്കെ, ഇപ്പോൾ ഗൈഡ്ലി ഒക്കെ ആണെങ്കിൽ എന്താണ്, ടെലിഗ്രാം ചാനലിൽ റീസണിങ്ങിനൊക്കെ മോക്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ പേപ്പർ PDF ഫോമിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഗൈഡ്ലി ഒക്കെ ഫ്രീ ആയിട്ട് PDFസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫ്രീ മെറ്റീരിയൽസും നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്നൊക്കെ എന്ത് ചെയ്യാം, ഫ്രീ PDFs ഉണ്ട്. അതിൽ നിന്ന് ഓക്കെ, മോക്കും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം. ഇത് കണ്ടോ, ലുക്ക്, സെൻറ്റൻസ് റീഅറേഞ്ച്മെൻറ്റ് PDFs അവൈലബിൾ ആണ്. ചിലതൊക്കെ ക്വിസ് ഫോർമാറ്റിലും എന്ത് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സോഴ്സസ് ആണ്. സോ ഇതിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെങ്കിലും പ്രാക്ടീസ് ചെയ്യുക. അത് ഇപ്പോൾ പെയ്ഡ് സോഴ്സസ് വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇതുപോലുള്ള ഫ്രീ സോഴ്സസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അത് കഴിഞ്ഞ് അത് തികയുന്നില്ല എന്ന് തോന്നുമ്പോൾ മാത്രം എന്ത് ചെയ്യുക, പെയ്ഡ് സോഴ്സസിലോട്ടും പോവുക. ഓക്കെ, അതാണ് പറയാനുള്ളത്. ദെൻ ഇപ്പോൾ ഞാൻ കൂടുതലും പറഞ്ഞത് ഒരു പ്രീ ലെവലിൽ നിന്നും അടുത്ത ലെവലിലോട്ട് കൂടെയുള്ള ഓക്കെ, മെയിൻസ് ലെവൽ ഫുള്ളി പറഞ്ഞിട്ടില്ല. ഒരു പ്രീ ലെവലിന് ഏതൊക്കെ സോഴ്സസ് വേണം, മെയിൻസിനും ഇതൊക്കെ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഏതൊക്കെ വേണമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.